വെയിൻ ഫിലോസഫീസ്, വ്യർത്ഥവാദം അല്ലെ, വെയിൻ ഫിലോസഫീസ്. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു വച്ചിരിക്കുന്ന ചില വ്യർത്ഥവാദങ്ങളുണ്ട്. അത് ഈ വിശ്വാസികൾക്ക് ചില അധികം ഉണ്ടെന്ന് ഞാൻ പറയും. നമുക്കുള്ള വാദങ്ങൾ, ഈ വചനത്തിലെ വാദങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെതാണ് ഈ വ്യർത്ഥവാദം. പിശാച് കൊണ്ടുവരുന്നതാണ് ചില വ്യർത്ഥവാദങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മൾ അത് പിടിച്ച് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വാദിക്കുന്നുണ്ട്. ഇന്ന് ഈ വേദപുസ്തകം വെച്ച് വാദിക്കുന്നതിനേക്കാളും ചർച്ചിൻ്റെ ബൈലോ വെച്ച് വാദിക്കുന്നവരെ എനിക്കറിയാം. ഇടയ്ക്കൊരു ചർച്ചിൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തെപ്പറ്റി വലിയൊരു ചർച്ച നടക്കും. അപ്പം ഞാനിത് എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പം അതിനകത്ത് അവർ മൊത്തം പറയുന്നത് വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധവും അവർ പറയുന്നില്ല, ആ പരാമർശമേ ഇല്ല. പക്ഷെ പറയുന്ന മുഴുവൻ നമ്മുടെ ബൈലോ പ്രകാരം. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ ദൈവവചനപ്രകാരമല്ലാതെ നമ്മുടെ ജീവിതങ്ങളെയോ കുടുംബങ്ങളെയോ സഭയോ നമ്മൾ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ. ദൈവവചനപ്രകാരമാണെങ്കിൽ ദൈവഹിതപ്രകാരമാണ്, ദൈവഹിതപ്രകാരമാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് വിസിബിളാണ്, അത് കാണാൻ പറ്റും, നമുക്കത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും ചുറ്റുമുള്ളവർ നോക്കിയിട്ട് പറയും അവരുടെ കൂടെ ദൈവമുണ്ട്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. തിമോത്തിയോസ് പൗലോസിനോട് പറയുന്നുണ്ട്, ദാറ്റ് യുവർ പ്രോഗ്രസ് വിൽ ബി എവിഡൻറ്റ് ടു ഓൾ എന്നൊരു പദമുണ്ട്. ആ പദം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ അഭിവൃദ്ധി സകലരും അറിയേണ്ടതിന്. അതിൻ്റെ അർത്ഥം ദൈവം നമുക്കൊരു അഭിവൃദ്ധി തരുമ്പം അത് നമ്മൾ പറഞ്ഞു നടക്കേണ്ട, ചുറ്റുമുള്ളവർ കാണും, അവനെ ദൈവം അനുഗ്രഹിച്ചു, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, ആ സഭയെ ദൈവം അനുഗ്രഹിച്ചു. ബൈബിൾ ഒരു പദവും കൂടെ കടത്തി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. ഇതുപോലെ ജാതികൾ ദൈവത്തെ സ്തുതിക്കുന്ന കാലം വരും പ്രിയപ്പെട്ടവരെ. പക്ഷെ ജാതികൾ, നമുക്ക് ചുറ്റുമുള്ള ജാതികൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവരുടെ മേലൊരു ദൈവ ഭയം വീഴണം. പക്ഷെ ആ ദൈവഭയം ആദ്യം അവരിലല്ല വീഴുന്നത്, ആദ്യം ദൈവഭയം ദൈവസഭയിൽ വീഴണം. എത്ര പേര് വിശ്വസിക്കുന്നു? ഗോഡ്സ് ഫിയർ, ദ ഫിയർ ഓഫ് ഗോഡ് ഷുഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് ഫസ്റ്റ്. അല്ലേ, ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ആദ്യം ഈ ദൈവഭയം വേണം. ഇല്ലെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ എന്തു വരുമെന്നാ പറഞ്ഞ ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങുവാൻ സമയമായി. ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദൈവഭയം മടക്കി കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പായി പറയുന്നത്, ഇപ്പോഴും ഡീൽ ചെയ്യപ്പെടാത്ത കോപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ മേൽ എത്രയോ സൂര്യൻ അസ്തമിച്ചു പോയ രാത്രികളുണ്ടെങ്കിൽ അതിൽ ഒന്നൊന്നായി തിരിച്ചു പിടിച്ചു കൊണ്ടുവരണം. അവിടെയാണ് ഈ വ്യർത്ഥവാദങ്ങൾ നമുക്ക് വേണ്ട, വെയിൻ ഫിലോസഫീസ് നമുക്ക് വേണ്ട.